കേണൽ ഡിന്നി, ഇവിടെ ഇപ്പോൾ 100 ദിവസമാകുമ്പോൾ ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളും അതിൻ്റെ കെടുതികൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ഏഷ്യൻ രാഷ്ട്രങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ കെടുതികൾ നേരിടുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്രോൾ വിലയിൽ, പാചകവാതക വിലയിൽ ഒക്കെയുള്ള വർധന അത് എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലും അത് സംഭവിക്കുന്നു. ഇന്ന് പാചകവാതകത്തിന് 29 രൂപ കൂടിയിരിക്കുന്നു. പക്ഷേ മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള വർധന ആനുപാതികമായി അതിൽ കുറവാണ് എന്നത് കാണാം. എങ്കിൽ പോലും ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ചായയ്ക്ക് പോലും 7-8 രൂപയുടെ വർധന ഈ കുറഞ്ഞ കാലത്തിനകം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ജോലി നഷ്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ അത് വലിയ രീതിയിൽ നമ്മളുടെ സാമ്പത്തിക മേഖലയെയും ഒപ്പം തന്നെ തൊഴിൽ നഷ്ടം അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അതും നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. ഇനിയും ഈ യുദ്ധം നീണ്ടുപോയാൽ ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഇന്ത്യക്ക് എത്രമാത്രം ഇതിനെ ഈ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയും? എങ്ങനെയാണ് രാഷ്ട്രം ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണേണ്ടത്? മാഡം, ആദ്യം മാഡത്തിന് ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ, അതായത് ഇനിയും ഈ യുദ്ധം നീണ്ടുപോകാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഒരു മാറ്റർ ഉണ്ട്. അപ്പൊ അതിനകത്ത് നേരത്തെ പറഞ്ഞ പാനലിസ്റ്റ്, പിന്നെ ഞാൻ BJP മാത്രമല്ല ഒരു ഇന്റർനാഷണൽ റിലേഷൻസിന്റെ സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ എൻത്യൂസിയാസ് എന്നുള്ള ആ ഒരു അനാലിസിസും കൂടെ എനിക്ക് പറയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഇതിപ്പം നേരത്തെ ആന്റണി സാറും ജോസഫ് ആന്റണി സാറും ശ്രീ നിർമ്മലും ഒക്കെ പറഞ്ഞു തന്നെയാണ്. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആ ചോദ്യത്തിന്റെ ഒരു ഉത്തരവും. അതായത് ഇവിടെ ഒരു ഓണറബിൾ എക്സിറ്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാൻ കൊടുക്കുന്നില്ല. അതാണ് സത്യം. ആക്ച്വലി ഓഫ് റാമ്പ് എന്ന് പറഞ്ഞിട്ട് ഇറാൻ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡൊണാൾഡ് ട്രംപ് ഇത് നിർത്തുകയാണെങ്കിൽ പെർസെപ്ഷൻ വൈസ് US ഇത് തോറ്റു എന്നുള്ള രീതി തന്നെ ആയിരിക്കും ഓൾറെഡി പോയിരിക്കുന്നത്. 100 ദിവസം ഇറാൻ പിടിച്ചു നിന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇറാൻ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പെർസെപ്ഷൻ വാറിൽ US പിന്നിലാണ്. കാരണം USന്റെ 40-ൽ മുകളിൽ ഉള്ള എയർക്രാഫ്റ്റുകൾ തകർന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ എന്താ പറഞ്ഞ അലയൻസ് ആയിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും അറ്റാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഓഫ് റാമ്പ് ഇറാൻ കൊടുക്കുകയാണെങ്കിൽ അത് ആ രീതിയിൽ എന്താ പറഞ്ഞ കൊടുക്കാത്തത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചും വലിയൊരു ഇഷ്യൂ ആണ്. അതാണ് ഒരു ഓണറബിൾ എക്സിറ്റ് ഡൊണാൾഡ് ട്രംപിന് കിട്ടുന്നില്ല എന്നാണ് സത്യം. ഈ ഡസൻ നോ എങ്ങനെയാണ് ഇത് നിർത്തേണ്ടത് എന്നുള്ളത്. പക്ഷെ ഇറാനെ സംബന്ധിച്ചുള്ള അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും US എന്ത് രീതിയിലുള്ള അറ്റാക്ക് നടത്തിയാലും അതിനൊരു കൗണ്ടർ ഇമീഡിയറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ലോ കോസ്റ്റ് അഫെയർ ആണ്. അസിമെട്രിക് വാർഫെയർ ഒരു ലോ കോസ്റ്റ് അഫെയർ ആയിട്ടാണ് അവർ നടത്തിക്കൊണ്ടത്. അതുകൊണ്ട് ഇത് പ്രൊലോങ് ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ട്. ബേസിക് ആയിട്ട് 6 ഇഷ്യൂസ്, കോർ ആയിട്ടുള്ള 6 ഇഷ്യൂസിൽ ഒരു തീരുമാനം വരുന്നില്ല. ആ തീരുമാനത്തിന്റെ വരാത്ത കാരണം ടോട്ടൽ മിസ്ട്രസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് US ഒരു രീതിയിലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം അവർ ചർച്ചയിലേക്ക് വിളിക്കും. ആ ചർച്ചയിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യം അങ്ങനെ നടക്കുന്നുണ്ട്. കോർ 6 ഇഷ്യൂസ് ആണ്. കോർ ഇഷ്യൂസിൽ ഒരു രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് ഇതുവരെ നടക്കാത്ത ഒന്ന്. നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ഇഷ്യൂ. US പറഞ്ഞ നോ വേ ഇറാന് ന്യൂക്ലിയർ വെപ്പൻ പാടില്ല എന്നുള്ളത്. ഇറാനെ സംബന്ധിച്ചോളം അവരത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും തീർന്നു. അപ്പൊ അതുകൊണ്ട് അവർ ഒരു കാരണവശാലും അതിനകത്ത് പിന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ ബാലിസ്റ്റിക് മിസൈൽ. ആ ബാലിസ്റ്റിക് മിസൈൽ ഓൾറെഡി കാപ്പബിലിറ്റി ഇറാന്റെ ഉണ്ട്. അത് ഒരു കാരണവശാലും ഇനി അവർ ഇല്ലാതാക്കാൻ പറ്റത്തുമില്ല. അത് അവരുടെ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. ഇനി എത്ര ഉണ്ട് എന്നുള്ളതിന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, ഒരു പുതിയ വെപ്പൺ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ഓൾമോസ്റ്റ് ഫെയിലർ എന്നുള്ള രീതി തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. നാലാമത്തായിട്ട് ഇറാനിന്റെ അസറ്റ്സ് ഏകദേശം $24 ബില്യൺ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അമേരിക്കയുടെ റിപ്പബ്ലിക്സും ഡെമോക്രാറ്റും രണ്ടുപേരും അത് വിട്ട് കൊടുക്കരുത് എന്നുള്ള നിലയിലേക്കുള്ള ഒരു എഗ്രിമെന്റ് പോലെ അവർക്കുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഷർ ഉണ്ട്. അത് ഒരു കാരണവശാലും വിട്ട് കൊടുക്കരുത് എന്നുള്ളത്. അഞ്ചാമത്തെ ആയിട്ടുള്ളത് വരുന്നത് എന്താ പറഞ്ഞ നമ്മുടെ ഹെസ്ബുള്ളയുടെ അറ്റാക്ക് നടക്കുന്നത്. ലെബനനെ ഒരു നിരന്തരമായിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഇറാൻ ആഗ്രഹിക്കുന്നു ഒരു നിർത്തണം, ഒരു വെടിനിർത്തൽ നിർത്തണം. അപ്പോഴാണ് നമ്മൾ കണ്ടത് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലേക്കുള്ള സംസാരമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം എനിക്ക് ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവരും തയ്യാറല്ല. കാരണം ഇപ്പോഴും ഹെസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് നടക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിനു വേണ്ടിയുള്ള കൗണ്ടർ അറ്റാക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ എഗ്രിമെന്റ് ഇല്ലാതെ ഇറാൻ മുന്നോട്ട് പോത്തില്ല എന്നുള്ളതാണ്. ലാസ്റ്റില് ഈ രണ്ട് വിഭാഗവും ഫ്യൂച്ചറിൽ ഒരു അറ്റാക്ക് നടക്കത്തില്ല എന്നുള്ള സെക്യൂരിറ്റി ഗ്യാരണ്ടി. ഇപ്പൊ ഇത് തന്നെ തീരാതെ എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടിയും ഇവർ രണ്ടിൽ എത്തുമോ? അപ്പൊ ഇങ്ങനെ ഈ 6 വിഷയങ്ങളിൽ ഒരു തീരുമാനം വരാതെ എങ്ങനെയാണ് ഒരു പീസിലേക്ക് അല്ലെങ്കിൽ മാഡം പറഞ്ഞ പോലെ ഇതിലേക്ക് ഒരു എന്താ പറയുക ഒരു സീസ് ഫയറിലേക്ക് വരാനുള്ള സാധ്യത?
ഇതിനകത്ത് ഞാൻ കാണുന്ന രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടെമ്പററി സീസ് ഫയർ എന്നുള്ള നിലയിൽ വരിക. ഒന്ന്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഈ രണ്ട് പക്ഷവും പ്രത്യേകിച്ച് US ആദ്യം അവരുടെ നേവൽ ബ്ലോക്കേഡ് മാറ്റുകയാണെങ്കിൽ പിന്നീട് ഇറാൻ അവരുടെ നേവൽ ബ്ലോക്കേഡ് മാറുകയാണെങ്കിൽ ഒരു ടെമ്പററി സീസ് ഫയർ, അതായത് ട്രൂപ്സ് ഒക്കെ അവിടെ തന്നെ ആയിരിക്കും, പക്ഷെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ അപ്പ് ആക്കാനുള്ള കുറച്ച് പീരീഡിലെങ്കിലും മേ ബി 1 month ഓപ്പൺ ചെയ്ത് നോക്കാം, ആ രീതിയിലേക്ക് പോകാം. രണ്ടാമത്, ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ലെബനിലേക്ക് നടക്കുന്ന അറ്റാക്കിന് അവിടെ ഒരു സീസ് ഫയർ, അവിടെ ഒരു ഫയർ ചെയ്യാത്ത രീതി. അപ്പൊ ഇത് രണ്ടും മാത്രമേ ഒരു ശാശ്വതമായിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു പീസ് എന്നുള്ള രീതിയിൽ മറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല നെഗോസിയേഷൻ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ വരുമ്പം ഇനിയും ഈ വാർ പ്രൊലോങ് ചെയ്യാനുള്ള കാര്യം വരും. കാരണം നമ്മൾ ഈ രണ്ട് കാര്യത്തിൽ ഒരു ടെമ്പററി സീസ് ഫയർ ആണെങ്കിലും അത് എപ്പം വേണമെങ്കിലും വീണ്ടും തുടരാൻ സാധിക്കും. അതാണ് ഈ നോ വാർ നോ പീസ് എന്നുള്ള നിലയിലേക്ക് ആ സിറ്റുവേഷൻ മാറുന്നത്. അവിടാണ് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഡെഫിനറ്റ്ലി അത് എല്ലാ രാജ്യങ്ങളെ എഫക്ട് ചെയ്ത പോലെ തന്നെ ഇന്ത്യയെ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് നാളുകളായിട്ടുള്ള നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന്റെ ഫണ്ടമെന്റൽസ് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഈ ഇന്നലെ വന്ന GDP ഗ്രോത്ത് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിന്റെ, അതായത് ഫിനാൻഷ്യൽ ഇയർ 25-26 7.7% ആണ് നമ്മളെ GDP ഗ്രോത്ത് ഗ്രോ ചെയ്തത്. അതുപോലെ ലാസ്റ്റ് ക്വാർട്ടർ, കഴിഞ്ഞ വർഷത്തിന്റെ ലാസ്റ്റ് ക്വാർട്ടർ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 31 വരെ, ഈ ഫെബ്രുവരി 28 ഈ അറ്റാക്ക് തുടങ്ങുന്നത്. പക്ഷെ ആ മാർച്ച് മാസത്തിൽ ഇൻക്ലൂഡ് ചെയ്ത 7.8% നമ്മളെ GDP ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ഈ GDP ഗ്രോത്തിനെ ഇത് പ്രൊലോങ് ചെയ്താൽ ഡെഫിനറ്റ്ലി എഫക്ട് ചെയ്യും. പക്ഷെ വലിയ രീതിയിലുള്ള നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതുപോലുള്ള എഫക്ട് ചെയ്യത്തില്ല എന്നാണ് നമ്മൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ ശ്രീ സജിമോൻ ആന്റണി പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഇന്നത്തെ ഇൻഫ്ലേഷൻ റേറ്റ് പറഞ്ഞാൽ 3.4% ആണ്. അക്സെപ്റ്റബിൾ 4% ആണ്. ഇറ്റ് ഹാസ് ടു ബി 2% തൊട്ട് 6% അക്സെപ്റ്റബിൾ. 2-ൽ താഴെയും പോകാൻ പാടില്ല, 6-ൽ മേളും പോകാൻ പറ്റില്ല. ഐഡിയൽ എന്ന് പറഞ്ഞാൽ 2 to 6% ആണ്. ആസ് ഓൺ ഡേറ്റ് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് 3.48% ആണ്. ഡിസ്പൈറ്റ് നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പക്ഷെ ഒരു മെയിൻ നമ്മളെ ഇഷ്യൂ എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളായിരുന്നു ഗവൺമെന്റിന് മുന്നിലുള്ളത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ലഭ്യത, അതായത് ക്രൂഡ് ഓയിൽ പെട്രോൾ, ഡീസൽ ആയാലും ശരി, LPG ആയാലും ശരി, അത് അവൈലബിൾ ആയിരിക്കണം. ഇതുവരെ നമുക്കത് അവൈലബിൾ ആക്കി നിർത്തിയിട്ടുണ്ട്. അതിനകത്ത് യാതൊരു രീതിയിലുള്ള എവിടെയെങ്കിലും ഷോർട്ടേജ് വരികയോ അല്ലെങ്കിൽ ലോങ് ക്യൂസ് അല്ലെങ്കിൽ പബ്ലിക് ഇടയ്ക്ക് ഒരു പാനിക് സിറ്റുവേഷൻ, അതായത് ഒന്നും കിട്ടുന്നില്ല, സ്റ്റോക്ക് ഇല്ല, തീർന്നു പോകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. എല്ലാ കാര്യവും ആസ് നോർമൽ ആസ് പൊയ്ക്കൊണ്ടിരിക്കുക തന്നെയാണ്. രണ്ടാമത്തെയാണ് വിലക്കയറ്റം. വിലക്കയറ്റം ഡെഫിനറ്റ്ലി യുദ്ധം തുടങ്ങിയ ശേഷം വില കൂടിയിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. പെട്രോളിന്റെയും ഡീസലിന്റെയും LPGയുടെയും അത് കൂടിയിട്ടുണ്ട്. കാരണം അത് നമുക്കറിയാം, നമ്മൾ 85% പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് നാച്ചുറലി വില കൂടും. പക്ഷെ എന്നിരുന്നാലും നേരത്തെ ഡോക്ടർ ശ്രീ നിർമ്മൽ പറഞ്ഞ പോലെ നമ്മളെ ഇവിടെ ഏകദേശം 10% അടുപ്പിച്ച് മാത്രമേ ഉള്ളൂ. അതും വലിയൊരു എമൗണ്ട് തന്നെയാണ്. അതിനകത്ത് ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളും ഏറ്റവും പാവപ്പെട്ട വിഭാഗത്തിലുള്ള ആളുകൾക്കും അത് എഫക്ട് ചെയ്യും, അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ എന്നിരുന്നാലും ഇതുവരെ നമുക്കത് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഒന്ന്, ഗവൺമെന്റ് തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി 10 രൂപ വെച്ച് കുറച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ വെനസ്വേലയിൽ നിന്നുള്ള ഓയിൽ വരുന്നുണ്ട്, റഷ്യയിൽ നിന്ന് ഇപ്പം നമ്മളെ 42% അവിടുന്ന് വരുന്നുണ്ട്, അങ്കോല അല്ലെങ്കിൽ ആഫ്രിക്കൻ നേഷൻസ് അവിടുന്ന് വരുന്നുണ്ട്, US നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഷോർട്ടേജും വരുന്നില്ല. പക്ഷെ ഈ ഓയിൽ പ്രൈസ് ഇനിയും ചിലപ്പം ഈ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ചാലഞ്ച് തന്നെയാണ്. പക്ഷെ വലിയ രീതിയിലുള്ള ആശങ്ക രീതിയിലേക്ക് നമ്മൾ പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം നമ്മൾ എക്കണോമിക് ഫണ്ടമെന്റൽ സ്ട്രോങ് ആണ്, അതിന് വേണ്ടിയുള്ള കൗണ്ടർ മെഷേഴ്സും നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഒരു വലിയൊരു കൺസേൺ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.